കൊടുത്താൽ മാത്രം തിരിച്ചു ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റെസ്പെക്ട്, ബഹുമാനം എന്നുള്ളത്. നമ്മൾ ഒരാളെ ബഹുമാനിച്ചാൽ നമുക്ക് ആ ബഹുമാനം തിരിച്ചു കിട്ടും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു, നീ ഒരു വയോവൃദ്ധനെ കൈപിടിച്ചാല്, അല്ലെങ്കിൽ അവന് സീറ്റ് കൊടുത്താല്, അല്ലെങ്കിൽ അവന് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്താല്, നീ വയോവൃദ്ധനാകുന്ന സമയത്ത് നിന്റെ കൈപിടിക്കാൻ ചില ആളുകൾ ഉണ്ടാകും, നിനക്ക് സീറ്റ് തരാൻ കുറച്ച് ആളുകൾ ഉണ്ടാകും, നിനക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്തു തരാൻ ചില ആളുകൾ ഉണ്ടാകും. നീ ബഹുമാനിച്ചില്ലേ, നിന്നെ ബഹുമാനിക്കാനും ആളുണ്ടാവില്ല. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ജൂൺ 15 മുതിർന്നവരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ദിവസം. മുതിർന്നവരെ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ചില ഉപ്പമാരൊക്കെ മൊബൈൽ കൊണ്ടുവന്നിട്ട് മക്കളോട് പറയും, ഇതിന്റെ ഫംഗ്ഷൻ റെഡിയാവുന്നില്ല, വാട്സാപ്പ് വരുന്നില്ല എന്നൊക്കെ പറയുമ്പം ഇതിന് ഭാരിച്ച ചെലവുണ്ട്, പ്ലേ സ്റ്റോറിൽ പോയി വാങ്ങേണ്ടതുണ്ട്, അതിന് ധാരാളം പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് പാടില്ല. മാതാപിതാക്കൾക്ക് നമ്മൾ നല്ല രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ വൃദ്ധരാകുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ ടെക്നോളജി ഉണ്ടാകും. അപ്പൊ നമ്മുടെ മക്കളും മിടുക്കന്മാരായി മാറുകയും നമുക്ക് വിവരമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ആ സമയം നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും ആ റെസ്പെക്ട് നിലനിർത്താൻ സാധിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.